ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നവീകരണ പ്രവൃത്തികളുടെ പുരോഗതി മുരളി പെരുന്നെല്ലി എം.എൽ.എ പദ്ധതി പ്രദേശം സന്ദർശിച്ച് വിലയിരുത്തി. തൃശൂർ ജില്ലയിലെ കോൾ നിലങ്ങളിൽ ഉപ്പുവെള്ള ഭീഷണി തടയുന്നതിനും മഴക്കാലത്ത് അധികം വരുന്ന ജലം കായലിലേക്ക് ഒഴുക്കിവിടുന്നത് നിയന്ത്രിക്കാനുമായാണ് ഇടിയഞ്ചിറ റെഗുലേറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. കാലപ്പഴക്കം കൊണ്ട് റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ ദ്രവിക്കുകയും പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് സർക്കാർ 5.04 കോടി എസ്റ്റിമേറ്റിൽ റെഗുലേറ്റർ പുതുക്കിപ്പണിയാൻ പദ്ധതി ആവിഷ്കരിച്ചത്. ഷട്ടർ ഇപ്പോൾ മോട്ടോർ ഘടിപ്പിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ പ്രവർത്തിപ്പിക്കാവുന്ന വിധത്തിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മഴക്കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ ഭാഗമായി നിർമ്മാണത്തിനു വേണ്ടി താൽക്കാലികമായി കെട്ടിയ തടയണകൾ പൊട്ടിക്കേണ്ടി വന്നു. പിന്നെ മഴ മാറി വീണ്ടും അത് പുനർനിർമ്മിച്ചാണ് നിലവിൽ പ്രവൃത്തികൾ നടന്നുവരുന്നത്. പദ്ധതിയുടെ നിർമ്മാണവുമായി ചില തൽപരകക്ഷികൾ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതായി എം.എൽ.എ പറഞ്ഞു. കാലപ്പഴക്കം കൊണ്ട് അതിൻ്റെ ഷട്ടറുകൾ ദ്രവിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ സ്തംഭിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഗവൺമെൻറ് 8 കോടി എസ്റ്റിമേറ്റിൽ ഈ ഇടിയഞ്ചിറ റെഗുലേറ്റർ പുതുക്കി പണിയാൻ തീരുമാനിച്ചത്. മുമ്പ് മാനുവൽ വർക്കിംഗാണ് നടന്നിരുന്നതെങ്കിൽ ഇപ്പോൾ മോട്ടോർ ഘടിപ്പിച്ച് മെക്കാനിക്കലായി തന്നെ ഷട്ടർ നിമിഷങ്ങൾക്കുള്ളിൽ തുറക്കാൻ കഴിയത്തക്ക നിലയിലാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. നിർമ്മാണം തുടങ്ങി കാലങ്ങളേറെയായിട്ടും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്തവർ ഇലക്ഷൻ അടുത്തപ്പോൾ മാധ്യമങ്ങളെ കൂട്ടിവന്ന് നാടകം കളിക്കുകയാണ്. സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ചില മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് പദ്ധതി ആകമാനം തന്നെ അപകടത്തിലാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇത്തരക്കാർ നടത്തുന്നതെന്നും എം.എൽ.എ കൂട്ടിച്ചേർത്തു. പിന്നെ മഴ മാറി വീണ്ടും അത് നിർമ്മിച്ചുകൊണ്ടാണ് ഇപ്പോൾ പണി നടന്നു വരുന്നത്. അനാവശ്യമായി ഇത് ഒന്നും നടക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടാക്കാൻ ചില തൽപര കക്ഷികൾ ഇവിടെ വന്ന് മാധ്യമങ്ങൾക്ക് ഔദ്യോഗികം കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഏതൊരു പ്രവൃത്തിയുടെയും അവസാന ഘട്ടം ഇതുവരെ നിർമ്മാണം തുടങ്ങിയ കാലങ്ങളേറെയായി ഈ കാലയളവിലൊന്നും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്തവർ നിർമ്മാണ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇവിടെ വെള്ളം ചോർന്നു പോകും, കരിങ്കലിനുള്ളിൽ കൂടി തുടങ്ങിയിട്ടുള്ള ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ചില മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പദ്ധതി ആകമാനം തന്നെ അപകടത്തിലാണ് എന്ന് വരുത്തി തീർക്കാനുള്ള എസ്റ്റിമേറ്റ് പ്രകാരമല്ല ഈ പണി നടക്കുന്നത് എന്ന് പറയാനുള്ള എസ്റ്റിമേറ്റ് പ്രകാരമല്ല പണി. ഇറിഗേഷൻ വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജൂഹി സിംഗ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ സി അതുൻ, ജനപ്രതിനിധികൾ, മറ്റ് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ, കരാറു കമ്പനിയുടെ മാനേജർ ഇബ്രാഹിം തുടങ്ങിയവരും എം.എൽ.എക്കൊപ്പം ഉണ്ടായിരുന്നു. മറ്റു കാലാവസ്ഥാ വ്യത്യാസങ്ങളില്ലാത്ത സാഹചര്യത്തിൽ മാർച്ച് 15-നകം പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.